യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 43. യിരെമ്യാവ് സകല ജനത്തോടും അവരുടെ ദൈവമായ യഹോവ അവനെ അവരുടെ അടുക്കൽ അയച്ചു പറയിച്ച ഈ സകല വചനങ്ങളും അവരുടെ ദൈവമായ യഹോവയുടെ സകല വചനങ്ങളും തന്നെ പറഞ്ഞു തീർന്ന ശേഷം ഹോശയ്യാവിൻ്റെ മകനായ അസര്യാവും കാരേഹിൻ്റെ മകനായ യോഹാനാനും അഹങ്കാരികളായ പുരുഷന്മാരൊക്കെയും യിരെമ്യാവോട്, നീ ഭോഷ്കു പറയുന്നു. മിസ്രൈമിൽ ചെന്നു പാർക്കേണ്ടതിന് അവിടെ പോകരുതെന്നു പറവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവ നിന്നെ അയച്ചിട്ടില്ല. കൽദേർ ഞങ്ങളെ കൊന്നുകളയേണ്ടതിനും ഞങ്ങളെ ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിനും ഞങ്ങളെ അവരുടെ കയ്യിൽ ഏൽപ്പിപ്പാൻ നേര്യാവിൻ്റെ മകനായ ബാരൂക്ക് നിന്നെ ഞങ്ങൾക്ക് വിരോധമായി ഉത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കാരേഹിൻ്റെ മകനായ യോഹാനാനും എല്ലാ പടത്തലവന്മാരും സകല ജനവും യഹൂദാദേശത്ത് പാർക്കണമെന്നുള്ള യഹോവയുടെ വാക്ക് അനുസരിച്ചില്ല. സകല ജാതികളുടെയും ഇടയിൽ ചിതറിപ്പോയിട്ട് യഹൂദാദേശത്ത് പാർക്കേണ്ടതിന് മടങ്ങി വന്ന യഹൂദാ ശിഷ്ടത്തെയൊക്കെയും, പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും രാജകുമാരികളെയും അകമ്പടി നായകനായ നെബൂസറദാൻ, ഷാഫാന്റെ മകനായ അഹീക്കാമിൻ്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചിരുന്ന എല്ലാവരെയും, യിരെമ്യാ പ്രവാചകനെയും നേര്യാവിൻ്റെ മകനായ ബാരൂക്കിനെയും കാരേഹിൻ്റെ മകനായ യോഹാനാനും എല്ലാ പടത്തലവന്മാരും കൂട്ടിക്കൊണ്ട് യഹോവയുടെ വാക്കനുസരിക്കാതെ മിസ്രൈം ദേശത്ത് ചെന്ന് തഹപ്പനേസ് വരെ എത്തി. തഹപ്പനേസിൽ വെച്ച് യിരെമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ വലിയ കല്ലുകളെ എടുത്ത് യഹൂദാ പുരുഷന്മാർ കാണെ തഹപ്പനേസിൽ ഫറവോന്റെ അരമനയുടെ പടിക്കലുള്ള കളത്തിലെ കളിമണ്ണിൽ കുഴിച്ചിട്ട് അവരോട് പറയേണ്ടത്, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ എൻ്റെ ദാസനായ നെബൂഖദ്നേസർ എന്ന ബാബേൽ രാജാവിനെ വരുത്തി ഞാൻ കുഴിച്ചിട്ട ഈ കല്ലുകളിന്മേൽ അവൻ്റെ സിംഹാസനം വയ്ക്കും. അവൻ അവയുടെ മേൽ തൻ്റെ മണിപ്പന്തൽ നിർത്തും. അവൻ അന്ന് മിസ്രൈം ദേശം ജയിച്ചടക്കി മരണത്തിനുള്ളവരെ മരണത്തിനും പ്രവാസത്തിനുള്ളവരെ പ്രവാസത്തിനും വാളിനുള്ളവരെ വാളിനും ഏൽപ്പിക്കും. ഞാൻ മിസ്രൈമിലെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾക്ക് തീ വയ്ക്കും. അവയെ ചുട്ടുകളഞ്ഞിട്ട് അവൻ അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. ഒരിടയൻ തൻ്റെ പുതപ്പ് പുതയ്ക്കുന്നത് പോലെ അവൻ മിസ്രൈം ദേശത്തെ പുതയ്ക്കുകയും അവിടെ നിന്ന് സമാധാനത്തോടെ പുറപ്പെട്ടു പോവുകയും ചെയ്യും. അവൻ മിസ്രൈം ദേശത്ത് ബേത്ത്ശെമേശിലെ വിഗ്രഹങ്ങളെ തകർത്ത് മിസ്രൈമ്യ ദേവന്മാരുടെ ക്ഷേത്രങ്ങളെ തീവെച്ച് ചുട്ടുകളയും.